ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സ്ത്രീകളോട്, എൻ്റെ പുറകിലിരിക്കുന്ന സ്ത്രീകൾ മക്കനെ ഇട്ടിട്ടുണ്ട്, പർദ്ദ ഇട്ടിട്ടുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, തഹജ്ജുദുണ്ട്, ഇല്ലേ? ഉണ്ട്. നീതി പുലർത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയുമുണ്ട്. ആൺകുട്ടി കല്യാണം കഴിക്കുന്നു, പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഇടുക്കിയിലും തൊടുപുഴയിലൊക്കെ ആണല്ലോ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നെഞ്ചിലവിടെ ഓർത്തു വെക്കണം. അപ്പോഴാണ് ദീനുണ്ടോ ഇല്ലേന്നറിയാം. നമ്മുടെ പെൺകുട്ടിയെ ഒരു ചങ്ങാതി വന്ന് കല്യാണം കഴിക്കുന്നു. അവളുടെ ഭർത്താവ്, പെൺകുട്ടിയുടെ ഭർത്താവ്. നിങ്ങൾ നോക്കണം, ഈ പെൺകുട്ടിയെ വന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു ചങ്ങാതി നമ്മുടെ വീട്ടിലേക്ക് മരുമകനായി കടന്നു വരുന്നു. എൻ്റെ മകളുടെ ഭർത്താവ്, അവന്റെ പേര് മരുമകൻ എന്നാ. ആ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നു. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എത്ര ബഹുമാനത്തോടെയാണ് ആ ഭർത്താവിനെ ആ പെണ്ണിന്റെ ഉമ്മയും ബാപ്പയും പരിഗണിക്കുക, അല്ലേ? അവന്റെ കാറ് ഗേറ്റിൽ വന്ന് നിന്നാൽ ഉമ്മ ഓടിച്ചെല്ലും, ഗേറ്റ് തുറന്നിട്ട് പറയും, കേറി വരൂ, ഇരിക്കൂ, വെള്ളം വേണോ, എന്താ വേണ്ടത്, എന്താ വേണ്ടത്? ആ ഉമ്മ സ്വന്തം മക്കളെക്കാൾ മനോഹരമായിട്ട് മകളുടെ ഭർത്താവിനെ പരിഗണിക്കും, സ്നേഹിക്കും. അങ്ങനത്തെ പരിഗണന നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഇല്ലേ? അതേ ഉമ്മ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളോട് ഇതേപോലത്തെ ഒരു സമീപനം കാണിക്കാറുണ്ടോ? ഉണ്ടോ? മരുമകൾ വരുമ്പോ തന്നെ ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുക ഉണ്ടോ? നിങ്ങളാണോ നീതി പുലർത്തുന്നത്? ഇതിനാണോ നീതി എന്ന് പറയാ? മകളുടെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ബഹുമാനവും എന്തുകൊണ്ടാ കൂട്ടരെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനോട് കാണിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? അതിന് ഉത്തരവാദി ആണുങ്ങളല്ല, വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്. എപ്പോഴാണോ ഒരു വീട് കയറി വന്ന ഒരു പെണ്ണിനെയും ആണിനെയും ഒരുപോലെ പരിഗണിക്കാൻ കഴിയുന്നത്? ആ കയറി വരുന്ന ഭർത്താവ്, അതാണ് നമ്മൾ സാധാരണ ഒരു ചൊല്ല് അങ്ങനെയാണ്, ഭാര്യ വീട്ടിൽ പരമസുഖം എന്നാണ്, അല്ലേ? അങ്ങനെയുള്ളൊരു ചൊല്ല്, ഭാര്യ വീട്ടിൽ പരമസുഖം. നിങ്ങൾ ഭാര്യ വീട്ടിൽ ചെന്ന് നോക്ക്, അപ്പൊ കുടിക്കാൻ കിട്ടും, അല്ലേ? ഏതോ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി വന്ന പോലെയാ. എന്നാലോ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ചൊല്ല് കേട്ടിണോ, ഭർത്താവിന്റെ വീട്ടിൽ പരമസുഖം ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് പേടിയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് കുടുംബം എന്ന ഒരു വ്യവസ്ഥയെ നമ്മുടെ മക്കൾ ഉൾക്കൊള്ളുക എന്ന് എൻ്റെ പ്രിയമുള്ള ബാപ്പയും ഉമ്മയും ചിന്തിക്കണം.